അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. ലഹരിക്കെതിരെ അടൂപ്പറമ്പിൽ ജനജാഗ്രത സമിതി രൂപീകരിച്ചു. 30 അംഗ സമിതി ലഹരിക്കെതിരെ വിവിധ ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കും. ലഹരി വ്യാപനത്തിനെതിരെ പ്രവർത്തിക്കുന്നതിനായി രൂപീകരിച്ച ജനജാഗ്രത സമിതിയിൽ ലഹരി വ്യാപനത്തിനെതിരെ ബോധവൽക്കരണ ക്ലാസുകൾ, കൗൺസിലിംഗ് മുതലായ പ്രവർത്തനങ്ങൾ നടത്തുവാനും ലഹരി വ്യാപനം നടത്തുന്ന സ്ഥലങ്ങൾ കണ്ടെത്തി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് വിവരങ്ങൾ കൈമാറുവാനും സമിതി തീരുമാനിച്ചു. അടൂപ്പറമ്പ് ഫുട്ബോൾ ക്ലബിന്റെ നേതൃത്വത്തിൽ അടൂപ്പറമ്പിലെ വിവിധ മഹല്ല് കമ്മിറ്റികളെയും പൊതുജനങ്ങളെയും യുവാക്കളെയും സംഘടിപ്പിച്ച ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് നടത്തുകയും ലഹരിക്കെതിരെ പ്രവർത്തിക്കുന്നതിനായി 30 അംഗ ജനജാഗ്രത സമിതി രൂപീകരിക്കുകയും ചെയ്തു. അടൂപ്പറമ്പ് മുഹിയുദ്ദീൻ ജുമാ മസ്ജിദ് അങ്കണത്തിൽ നടന്ന ജനജാഗ്രത സമിതി ഉദ്ഘാടന ചടങ്ങ് അലി ബക്കാഫി ഉദ്ഘാടനം ചെയ്തു. ലഹരിയുടെ ഉപയോഗം പതുക്കെ തുടങ്ങിയിട്ടുണ്ട്. അകാരണമായി ദേഷ്യമുണ്ടാകുന്നുണ്ടോ? നിങ്ങൾ സംശയിക്കണം. നിങ്ങളുടെ കുട്ടിക്ക് എന്തോ പെരുമാറ്റ വൈകൃതം സംഭവിച്ചിട്ടുണ്ട്. അകാരണമായി കരച്ചിൽ വരുന്നുണ്ടോ? എന്നും എല്ലാ കാര്യങ്ങളും മാതാപിതാക്കളോട് പറഞ്ഞുകൊണ്ടിരുന്ന കുട്ടി പല കാര്യങ്ങളും മറയ്ക്കുന്നുണ്ടോ, പറയാതിരിക്കുന്നുണ്ടോ? നിങ്ങൾ സംശയിച്ചു കൊള്ളണം. നിങ്ങളുടെ കുട്ടി എന്തോ കാര്യം ഈ നിലയിൽ ഉപയോഗിച്ചു. ഷാജി കെ ഇ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പരീത് റാവുത്തർ മുഖ്യപ്രഭാഷണവും ഷഫാൻ വി എസ് പദ്ധതി വിശദീകരണവും നടത്തി. ടി എം സുധീർ ടി എച്ച്, മജീദ് കെ ഇ, മുഹമ്മദ് അഷ്റഫ് പി എൻ, സബീഷ് സി എസ്, കെ എച്ച് മൈദീൻ കുഞ്ഞ്, നാസർ കിള്ളിയംകോട് തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. ബസേലിയസ് പൗലോസ് സെക്കൻഡ് കോളേജ് പെരുമാടം ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് മികച്ച ഗുണനിലവാരം പുലർത്തി മലങ്കര ജാക്കോബൈറ്റ് സിറിയൻ ക്രിസ്ത്യൻ എഡ്യൂക്കേഷൻ ട്രസ്റ്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനം